ഗൈസ്, അപ്പം നിങ്ങളോടൊരു വിശേഷം പറയാനാണ് ഞാൻ വന്നത്. ഇപ്പം എൻ്റെ മുഖമൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ രാത്രിയിൽ കരഞ്ഞതിൻ്റെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് പറയാനാണ്. നമ്മളെപ്പോഴും നമ്മൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളതാണ്, കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ അത്രയും നമ്മൾ ഓക്കെ ഇരുന്നിട്ടേ നമ്മൾ കല്യാണം കഴിക്കാവൂ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവരും മുഖം മൂടി മാത്രമാണ് എല്ലാവരുടെയും. നമുക്കിപ്പം ആരുടെ ആയാലും അതെപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പം കല്യാണം കഴിഞ്ഞ് ചിലപ്പം നമ്മുടെ പഠിത്തം മുന്നോട്ട് പോകാനോ ജോലിക്ക് പോകാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ പഠിച്ചൊരു ജോലി കിട്ടി അതിൽ തന്നെ നിങ്ങൾ ഓക്കെ നിന്നിട്ട് കല്യാണം കഴിക്കാവുന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം ഞാനത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. നമ്മൾ 1 രൂപ വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോടായാലും ഹസ്ബൻഡിനോടായാലും ചോദിക്കേണ്ട ഒരവസ്ഥ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. കാരണം പഠിച്ച് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പഠിത്തവും മുടങ്ങി. പിന്നെ ജോലി ഉള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ജോലി നോക്കുവാണെങ്കിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ആർക്കും ആ ഒരവസ്ഥ വരരുതെന്നേ പറയത്തുള്ളൂ. കാരണം നമുക്കൊന്ന് വയ്യെങ്കിൽ നമുക്ക് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ വേണം. ഇല്ലെങ്കിൽ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പലവട്ടം വിചാരിച്ചാണ്, ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് ആത്മഹത്യയെപ്പറ്റി. കാരണം നമുക്ക് താങ്ങാവുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. എല്ലാ പ്രശ്നങ്ങളും പോട്ടെ ഈ സമയം കടന്നു പോകുന്ന സമയം പറഞ്ഞാൽ അത് ഫേസ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആരുമില്ലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലെന്നല്ല, പക്ഷേ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തതാണ്. എൻ്റെ ഈ സിറ്റുവേഷൻ ഞാൻ തന്നെ മാറ്റിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ, കാരണം എനിക്കിപ്പോൾ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ ആകെ ഒരു ഇതുള്ള യൂട്യൂബ് മാത്രമാണ്. എനിക്ക് ഓക്കെ ആയിട്ടിരിക്കണം എങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചാലും ഞാൻ തന്നെ എന്തെങ്കിലും എഫേർട്ട് എടുത്താലേ പറ്റത്തുള്ളൂ. എനിക്ക് കുഞ്ഞിനെങ്കിലും അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി തൽക്കാലത്തേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പോകാൻ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. പിന്നെ ആത്മഹത്യ ചിലപ്പം വിചാരിക്കുക ചിലപ്പോൾ നല്ല എപ്പോഴും വിചാരിക്കുന്നതാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഇപ്പം കണ്ടില്ലേ, ആരെയും കാണുന്നിടം വരെ എല്ലാവരും ഭയങ്കര സ്നേഹമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരുമാതിരി നമ്മളെ കറിവേപ്പിലോട്ട് എടുത്തെറിയില്ലേ, അത് തന്നെ. പക്ഷെ എന്താ പറയണ്ടേ, അങ്ങനൊന്നും പല സ്ത്രീകളും അനുഭവിക്കുന്നൊരു സിറ്റുവേഷനാണ്. കല്യാണം കഴിഞ്ഞിട്ട് പല തരത്തിലുള്ള മെൻ്റലി എൻ്റേതായിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അത് ഞാൻ തന്നെ എടുത്ത ഡിസിഷൻ്റെ പുറത്താണ്. ഒന്നും അറിയാത്ത ടൈമിൽ എടുത്തൊരു ഡിസിഷൻ. അതെനിക്കിപ്പോഴും അന്നോട്ട് ഇന്ന് വരെ വിഷമിക്കാനേ സമയം ഉണ്ടായിട്ടുള്ളൂ. കാരണം പഠിച്ചൊരു ജോലിയൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിപ്പോൾ ആരെയും നല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വിഷമം വന്നാലോ വിഷമിക്കാനല്ലാതെ ഓവർകം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ്. കാരണം നമ്മുടെ വിഷമം കാണുന്ന ഒരാൾ നമ്മളോട് വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരത്തില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പം അവർ നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ പോട്ടെ ആർക്കൊരബദ്ധം പറ്റുമല്ലോ, ഇനി അങ്ങ് മനസ്സിലാകുമെന്ന് വിചാരിച്ച് നമ്മുടെ സ്നേഹം അവരോട് പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവർ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും നമ്മളെ വെച്ച് ചെയ്യാൻ പറ്റുന്ന വൃത്തിയോടെല്ലാം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അവസാനം നമുക്ക് ഇവിടെ ഞാനാണ് എല്ലാം തെറ്റും ചെയ്യുന്നതൊന്നും, ഞാനാണ് എല്ലാത്തിനും കാരണമെന്നും അങ്ങനെ പറയും. എൻ്റെ ലൈഫ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടതല്ല. പക്ഷെ ഞാനിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്.